ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലും എളുപ്പത്തിൽ വേറൊരു കറി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് രുചിയും നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണ്. ഒരച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി കൂട്ടി ചോറ് തിന്നാൻ എന്താ ഒരു രുചിയെന്നറിയാമോ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായി ആദ്യം തന്നെ ഞാനൊരു 3 ചെറിയ പൊട്ടറ്റോയാണ് എടുത്തേക്കുന്നത്. വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതിയാകും. ചെറുതായതുകൊണ്ടാണ് 3 എടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ്. അതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ സവാള നല്ല നേരിയതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഒട്ടും തന്നെ കനമില്ലാതെ തന്നെ നല്ല സ്ലൈസായിട്ട് നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. സവാള എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. ഉടച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ലെയറായിട്ടൊക്കെ ഒന്ന് നല്ല നൈസായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സവാളയൊന്ന് ഉടച്ച് കൊടുക്കാൻ. നല്ല രീതിയിൽ സവാളയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. വെള്ളമൊന്നും ചേർക്കണ്ട. കട്ടിയുള്ള തൈരിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊട്ടറ്റോ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനെയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒരു ചെറിയ സവാള മതിയാകും. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. എന്നിട്ട് ഇതേപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തയ്യാറാക്കി നോക്കിയെങ്കിലും അടിപൊളി രുചിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് വേണം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വീണ്ടും ഒരു അല്പം മുളക് പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈമിൽ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈരിലേക്ക് തന്നെ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ യഥാർത്ഥ രുചി അതിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും തൈരൊക്കെ ഉണ്ടാകാറില്ലേ? സവാളയും പൊട്ടറ്റോയും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. രുചിയാണെങ്കിലും അടിപൊളി രുചിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമ്മുടെ തൈര് കൊണ്ടുള്ള ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.